നമ്മളിന്ന് ഒരു വർക്ക് ഫ്രം ഹോമുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയാണ് എൻഫിൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ള റിമോട്ട് ജോബ് ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാർക്കറ്റിംഗ് ലീഡ് ജനറേഷൻ ഇൻറ്റേൺഷിപ്പ് എന്നാണ് ഈ പോസ്റ്റിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല, എന്തോ പറയുന്നൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ വീഡിയോ പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അത് സ്ലോ ആക്കിയിട്ടാണ് വീഡിയോ കൊണ്ടുപോകുന്നത്. കാര്യങ്ങൾ മനസ്സിലാകാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമ്മളെന്നും ഇംഗ്ലീഷിലാണ് നമ്മൾ ആ ടെക്നോ പാർക്കിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇപ്രാവശ്യം അതെന്ത് ചെയ്തു, മലയാളീകരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വായിച്ച് ഇംഗ്ലീഷ് ടേമുകൾ മനസ്സിലായിട്ടില്ലേ പോലും നമുക്ക് മലയാളം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്നും നമ്മൾ പറയാറില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇപ്രാവശ്യം നിങ്ങളോട് എന്തായാലും പറയണേ, നിങ്ങൾ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കമ്പനി വിവരങ്ങൾ, മാർക്കറ്റിംഗ് ലീഡ് ജനറേഷൻ ഇൻറ്റേൺഷിപ്പാണ് ഈ പോസ്റ്റിൻ്റെ പേര്. വർക്ക് ഫ്രം ഹോമാണ് ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകതയും. കമ്പനി നോക്കുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയുടെ പിന്നെ വിവരങ്ങൾ എന്താ വെച്ചാൽ എൻഫിൻ ടെക്നോളജീസ് ആണ്. അതായത് ഈ യോഗ്യത തസ്കിത എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ലീഡ് ജനറേഷനാണ്. ഇൻറ്റേൺഷിപ്പാണ് പോസ്റ്റ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 20 വരെ നിങ്ങൾക്കിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ജോലിയുടെ വിവരണം നമ്മളിതിൽ കൊടുത്തുള്ളത്, ഇതൊരു ഇൻറ്റേൺഷിപ്പ് അവസരമാണ്. ഉപഭോക്തൃ ഡാറ്റ ശേഖരണം, മൈനിങ്, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പ്രവൃത്തി പരിചയം നേടാനുള്ള അവസരമാണ് ഈ ജോലിയുടെ പ്രത്യേകത. അതുപോലെ ഇൻ്റർനെറ്റ് വഴി, അതായത് ഗൂഗിളൊക്കെ ഉപയോഗിച്ച് ഗവേഷണം നടത്താനും വെബിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും കഴിവുള്ളവരായിരിക്കും. നമ്മൾ ഡാറ്റകൾ ശേഖരിക്കുമല്ലോ, അപ്പോൾ ഈ കമ്പനി നമുക്ക് ഓരോ വിവരങ്ങൾ തരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡാറ്റയൊക്കെ ശേഖരിച്ച് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കും പറയുന്നുണ്ടാകുക. പ്രധാന ചുമതലകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ, വേഡ് എന്നിവയിൽ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതുപോലെ ഗൂഗിൾ, ലിങ്ക്ഡിൻ മുതലായ പ്ലാറ്റ്ഫോമുകൾ വഴി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കണം. എക്സൽ ഡാറ്റാബേസിൽ കൃത്യമായി ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ഡാറ്റ എൻട്രി പ്രോട്ടോക്കോളുകൾ പാലിക്കുക. പിന്നെ വിവരങ്ങളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പാക്കുക. ഒരു വർക്ക് ഫ്രം ജോബാണ്, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. ആവശ്യമായ യോഗ്യതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കുക. MS ഓഫീസ്, എക്സൽ, വേഡ്, ലിങ്ക്ഡിൻ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേൺഷിപ്പ്, ഇനി ഞാനിതിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കും ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുകൂടി ഒന്ന് പറയാം. ഏകദേശം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വന്ന് ഷെഡ്യൂൾ ഫുൾ ടൈം വർക്കാണ്. 9 മണി രാവിലെ മുതൽ അതുപോലെ 6:30 വരെ നമുക്ക് എന്ത് ചെയ്യും, വർക്ക് ഉണ്ടാവും. മൺഡേ ടു സാറ്റർഡേ ആണ് വർക്ക്. 8000 രൂപയാണ് പെർ മന്ത് ലഭിക്കുക. വർക്ക് മോഡ് എന്താണ്, ഈ റിമോട്ടാണ്. ഈ ജോയിനേഴ്സിന് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് ഇതിലേക്ക് ക്ഷണിക്കുന്നത്. 8 മാസത്തേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നുണ്ടോ, അതായത് 8 മാസത്തേക്കാണ് ഈ ഒരു പോസ്റ്റിങ്. നിങ്ങൾ ഈ വർക്കിൻ്റെ ഡ്യൂറേഷൻ, ഇൻറ്റേൺഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 മാസമാണ്. അത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കുക. ഇനി ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമെയിൽ വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ആ ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇമെയിൽ അഡ്രസ്സ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പറയണം മാർക്കറ്റിംഗ് ലീഡ് ജനറേഷൻ ഇന്ത്യ എന്ന് സബ്ജക്റ്റ് വെക്കാനും ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളുള്ളൂ ശ്രദ്ധിക്കാൻ. ഇനി ഇത് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഞാൻ വീഡിയോ കൊണ്ട് നമ്മുടെ ആ ശൈലി ഒന്ന് മാറ്റാം എന്നാണ് കരുതുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.